ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാൻഡ്രഫിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ചില ലേപനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചില എണ്ണകളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആദ്യം തന്നെ രണ്ട് ലേപനങ്ങൾ പറയുന്നത് തേനിൽ ചാലിച്ച് ഇടുന്ന ലേപനമാണ്. അത് തേനിൽ നമ്മൾ ജാതിക്കാപ്പൊടിയോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ചാലിച്ച് തലയോട്ടിയിൽ 15 മിനിറ്റ് നേരം ഇടുന്നത് വളരെ ഫലപ്രദമാണ്. ഡാൻഡ്രഫ് മാറാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് മൂലമുള്ള ചൊറിച്ചിലൊക്കെ മാറാനും ഇത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ മറ്റൊരു എന്ന് പറയുന്നത് ഉലുവാപ്പൊടി, ശംഖുപുഷ്പത്തിൻ്റെ ഇല എടുത്തിട്ട് അത് ആ ശംഖുപുഷ്പത്തിൻ്റെ ഇലയുടെ നീരിൽ നമുക്ക് ഈ ഉലുവാപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചാലിച്ചതിന് ശേഷം നമുക്ക് ഈ തലയോട്ടിയിൽ ഇടുന്നത് 15 മിനിറ്റ് ഇടുന്നതും പിന്നെ അതിന് ശേഷം നമുക്ക് ത്രിബലയോ അല്ലെങ്കിൽ നാൽപ്പാമരപ്പട്ടയോ അല്ലെങ്കിൽ വേപ്പിലയോ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമുക്ക് ചെറുതായിട്ട് അതിനുശേഷം കഴുകിക്കളയുന്നത് വളരെ ഫലപ്രദമാണ്. ഡാൻഡ്രഫ് മാറാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് മൂലമുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ മാറാനും ഇത് സഹായകരമാണ്. നമുക്ക് തലപൊതിച്ചിൽ കണക്ക് ചെയ്യാൻ പറ്റുന്ന പൂച്ച് കണക്ക് തലയോട്ടിയിൽ ഇടാൻ പറ്റുന്ന രണ്ട് ലേപനങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ രാസ്നാദിപ്പൊടി ചെറുനാരങ്ങ നീരിൽ ചാലിച്ച് തലയോട്ടിയിൽ തലപൊതിച്ചിൽ കണക്ക് ചെയ്യുന്ന ഒരു പൂച്ച് കണക്ക് ഇടുന്നത് വളരെ ഫലപ്രദമാണ്. ഇത് ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഈ പൂച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ത്രിബല ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തല കഴുകുന്നതും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരെണ്ണമാണ് തൈരും അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഒരു കുഴമ്പ് കണക്കാക്കിയതിന് ശേഷം അത് നമ്മുടെ തലയോട്ടിയിൽ പൂച്ച് കണക്കിടുന്നതും വളരെ ഫലപ്രദമാണ്. ഇതൊരു അരമണിക്കൂർ നേരം വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ത്രിബലയോ താൽപ്പാപ്പനപ്പട്ടയോ ഇട്ട വെള്ളത്തിൽ ചെറുതായിട്ട് കഴുകിക്കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എണ്ണ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തലയിൽ തേക്കുന്നതും മസാജ് ചെയ്യുന്നതും ഒക്കെ വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. അതിന് വേണ്ടുന്ന ഇലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് കറ്റാർ വാഴ, ബ്രഹ്മി, അതുപോലെ തന്നെ കറിവേപ്പില, ഇതിൻ്റെ എല്ലാ ഇലകൾ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ നീരെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ മിക്സ് ചെയ്ത്, അതായത് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൽക്കമായിട്ട് നമുക്ക് ഇതിൽ പൊടികൾ ചേർക്കേണ്ടത് നെല്ലിക്കാപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് ഉലുവാപ്പൊടി, അതുപോലെ ഇരട്ടി മധുരം പൊടി, ഈ പൊടികളെല്ലാം മിക്സ് ചെയ്ത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ എണ്ണ തിളപ്പിക്കുന്നതിൽ ഇട്ട് കൊടുത്ത് അത് തിളപ്പിച്ചെടുക്കുന്നതാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാൻഡ്രഫിന് പറ്റിയ ഉള്ള എണ്ണയാണ് ഇത്. ഇതിൽ നമുക്ക് കയ്യോന്നി ഇലയും അതുപോലെ തന്നെ ചെമ്പരത്തി ഇലയൊക്കെ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന എണ്ണ നമുക്ക് തലയോട്ടിയിൽ പിടിപ്പിച്ച് തേച്ച ശേഷം 15 മിനിറ്റ് തേച്ചതിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ്. ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഡാൻഡ്രഫ് മാറാനായിട്ട് വളരെ ഫലപ്രദമാണ്.